ജൂണിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ നടന്ന യുദ്ധത്തെക്കാൾ മാരകമായ യുദ്ധ അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ നീങ്ങുന്നത്. അന്ന് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്ന ആരോപണത്തിൽ US ആകട്ടെ തൊടുത്തുവിട്ട B2 ബോംബറുകൾ ഇറാന്റെ ആണവായുധം നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ അതീവ വലിയ രൂക്ഷമായ രീതിയിൽ ആക്രമണം നടത്താൻ സാധിച്ചിരുന്നു. ഒപ്പം തന്നെ അതിലെ പ്രധാന ശസ്ത്രജ്ഞരെ അടക്കം തന്നെ ഇസ്രയേൽ വധിക്കുകയും ചെയ്തിരുന്നു. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന് US-ഉം സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങളും പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇറാൻ ഇക്കാര്യം ആവർത്തിച്ച് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. വൈദ്യുതി ഉൽപാദനം പോലെയുള്ള സിവിലിയൻ ആവശ്യങ്ങൾക്കായാണ് അവിടെ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നതെന്നതാണ് അവകാശങ്ങൾ പുറത്തുവരുന്നത്. പക്ഷേ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി അതിന് വേണ്ടതിനേറെക്കാൾ യുറേനിയം ഇറാൻ അവിടെ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൽ മറ്റൊരു കാര്യമായി എടുത്തു പറയുന്നത്. അതേപോലെ തന്നെ ജൂണിൽ ഇസ്രയേലും US-ഉം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ 60% ശുദ്ധീകരിച്ച സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം ഇറാന്റെ കൈവശമുണ്ടായിരുന്നു എന്നതാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വ്യക്തമാക്കിയിരുന്നത്. ആണവ കേന്ദ്രങ്ങൾ തകർക്കും മുൻപേ തന്നെ ഇറാൻ ഇത് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി തന്നെ നിഗമനങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തു തന്നെയായാലും 12 ദിവസത്തെ അല്ലെങ്കിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ആ 400 കിലോഗ്രാം യുറേനിയത്തെക്കുറിച്ച് ഇതുവരെയും ആർക്കും ഒരു വിവരവും ലഭ്യമായിട്ടില്ല. യുദ്ധാനന്തരം അവിടെ വലിയ രീതിയിൽ പരിശോധനയ്ക്ക് ഇറാൻ സമ്മതിച്ചിട്ടില്ല എന്നതാണ് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആണവായുധം ഉണ്ടാക്കാൻ 90% അവിടെ ശുദ്ധീകരിച്ച അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് വേണ്ടത്. ഇറാന്റെ ആണവായുധ മോഹം നിയന്ത്രിക്കാൻ ബറാക് ഒബാമയാകട്ടെ US പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് 2015 ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന പേരിൽ ഒരു ഉടമ്പടി അവിടെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. US, ബ്രിട്ടൻ, ജർമ്മനി, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു ഇറാനുമായി തന്നെ അന്ന് ഈ ഒരു കരാറിൽ ഒപ്പിട്ടത്. 3.67% അത് അവിടെ ശുദ്ധീകരിച്ച യുറേനിയം സമ്പുഷ്ടീകരിക്കുക എന്നതായിരുന്നു അതിലെ പ്രധാന നിബന്ധനയായി പറയുന്നത്. എന്നാൽ ഈ നിബന്ധനകൾ പാലിക്കുന്നതിന് പകരമായി തന്നെ ഇറാനുമേലുള്ള ഉപരോധങ്ങൾ അവിടെ ഇളവ് ചെയ്യുവാനും തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ ഒന്നാം ഭരണകാലത്താകട്ടെ US ഏകപക്ഷീയമായി തന്നെ ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പിന്നീട് ഈ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ഇറാനാകട്ടെ സമ്പുഷ്ടീകരിച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു നിബന്ധനകൾ ലംഘിച്ചുകൊണ്ടാണ് പിന്നീട് രംഗത്ത് വന്നത്. US-ന്റെ ഉപരോധങ്ങൾ കൂടിയാണ് ഇറാന്റെ സാമ്പത്തിക നില കൂടുതൽ വഷളാക്കാൻ കാരണമായി തന്നെ ഇവിടെ പറയപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.